ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായക്കടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 5 മിനിറ്റ് പോലും വേണ്ടട്ടെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നൊരു വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ചായ തിളയ്ക്കുന്ന നേരം മതി കേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കാം. അപ്പോൾ ഇതാ ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലപ്പൊടിയാണ്, ഗരം മസാലയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, ഒരു നുള്ളു മാത്രം മതി കേട്ടോ. ഇതേപോലത്തെ എല്ലാ ഐറ്റംസിലും അതുപോലെ തന്നെ കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരാം. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചുവന്ന മുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതിയേ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം. ഞാനിത് കൈവച്ചിട്ട് നല്ലോണം തന്നെ ഞെരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക്. ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലമാവില്ലേ അതിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇത് കലക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടല്ലാണ്ട് ലൂസായിട്ട് തന്നെ ഇത് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഒന്നും കൂടി കലക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് നല്ലോണം ടൈറ്റായിട്ട് വന്നോളേ. ഇതേപോലെ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഒരു ഉപ്പും അതുപോലെ തന്നെ മുട്ടൻ്റെ ഒരു മിക്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിലിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം അടിപൊളി ടേസ്റ്റാണ്. ചെയ്യാത്തതുകൊണ്ട് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ചൂടോടെ കഴിക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. പിന്നെ നമ്മൾ ചായ തിളയ്ക്കുന്ന നേരം മതി കേട്ടോ. അപ്പോൾ ഈ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട പൊരിച്ചത്. അപ്പോൾ അടുത്ത ഇതേപോലത്തെ റെസിപ്പിയായിട്ട് കാണാം.